ഈ PYQ കൊണ്ട് ഒരു കാര്യമില്ല. കാരണം കാര്യം അറിയാതെ കുറെ PYQ ഇങ്ങനെ നോക്കി വെച്ചിട്ടും കാര്യമില്ല. ഒരു ഇഡിയം ഏതോ ഒന്ന് വന്നു. അപ്പൊ ഞാൻ ആദ്യമായിട്ട് കേൾക്കുക ആ ഒരു ഇഡിയം. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എവിടുന്നാ ഇതൊക്കെ എടുത്ത് പഠിക്കുക, ഇവര് എവിടുന്നാ ക്വസ്റ്റ്യൻ ഇടുന്നത്, ഓരോ ഷോർട്ട് കട്ട് ഒക്കെ പറഞ്ഞു തരുമ്പം അപ്പോഴാണ് എനിക്ക് ഇതാണ് നമ്മൾ യൂസ് ചെയ്യേണ്ട മെത്തേഡ് എന്നുള്ളത് മനസ്സിലായത്. എന്താ തെറ്റെന്നല്ല, എന്തോ ഒരു ക്വാളിറ്റി ഇവിടെ ഉണ്ട്. അപ്പോൾ SSCക്ക് പിന്നെ അത്ര മതി. ആവറേജ് സ്റ്റുഡന്റ്, അബോവ് ആവറേജ് അങ്ങനെ ഒന്നും ഇല്ലാത്തൊരു എക്സാമാണ് SSC. സാറ് പറഞ്ഞു ഇവിടെ 20 മോക്ക് ടെസ്റ്റ് എന്തോ ഉണ്ടാവും, അതിൽ 100 ക്വസ്റ്റ്യൻ വെച്ചിട്ടുണ്ടാവും. അങ്ങനെയാണ് നിങ്ങൾ ഈ ഇവിടുത്തെ കോഴ്സ് കഴിയുമ്പോൾ തന്നെ ഇത്രയും ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയണം. അപ്പൊ ഇനി വരാൻ പോകുന്ന കുട്ടികളോട് എന്താണ് പറയാനുള്ളത്? ഇത് എന്താ പറയുക, SSC എന്ന് പറഞ്ഞ സംഭവം പല ആൾക്കാരും പറയും ഭയങ്കര ടഫാണ്, ഭയങ്കര കോമ്പറ്റീഷൻ ആണ്, ഒരുപാട് കട്ട് ഓഫ് ആണ്, ഇത് നടക്കും. ഹായ് ഓൾ, വെൽക്കം ടു SSC മലയാളി. അപ്പോൾ റാങ്കിന്റെ കഥ എന്ന സീരീസിലെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോട് കഥ പറയാൻ എത്തിയിട്ടുള്ളത് ആരതി S ആണ്. ആരതി കഴിഞ്ഞ 2024 CGL പരീക്ഷയിൽ റാങ്ക് ഹോൾഡർ ആണ്. പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിൽ പോസ്റ്റൽ അസിസ്റ്റന്റ് ആയിട്ട് ജോലി റാങ്ക് ലിസ്റ്റിൽ ഇപ്പോൾ കയറിയിട്ടുണ്ട്. പോസ്റ്റിംഗ് കാര്യങ്ങളെല്ലാം വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആരതി, വെൽക്കം ടു ദ ഷോ. ആരതി, എനിക്ക് തോന്നുന്നു 2022 PG കഴിഞ്ഞ് 2023 ഈ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ഫീൽഡിലേക്ക് ഇറങ്ങുന്നത്. ആദ്യം ബാങ്ക് കോച്ചിങ് ആയിരുന്നു. ഓക്കെ, ഈ ബാങ്ക് കോച്ചിൽ നിന്നും പിന്നെ SSCയിലോട്ട് മാറാനും അതുപോലെ തന്നെ ഈ പ്രിപ്പറേഷൻ തുടങ്ങിയതിനു ശേഷമുള്ള ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ SSC ക്ലിയർ ചെയ്യാനും എങ്ങനെയാണ് സാർ, എങ്ങനെയായിരുന്നു ആ ഒരു ജേണി? എങ്ങനെയായിരുന്നു? ജസ്റ്റ് ടോപ്പിക് കാര്യങ്ങൾ എങ്ങനെയാണ് പഠിച്ചത് നമുക്ക് വേറെ ഡിസ്കസ് ചെയ്യാം. എന്നാൽ ഈ ഒരു ജേണി മൊത്തത്തിൽ എങ്ങനെയായിരുന്നു? ഞാൻ MSc കഴിഞ്ഞപാടാണ് ബാങ്ക് കോച്ചിങ്ങിലേക്ക് പോകുന്നത്. അപ്പോൾ എങ്ങനെയെങ്കിലും ഒരു ജോലിയിൽ കയറണം എന്നുള്ളതായിരുന്നു ഫോർമോസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇത്. അപ്പം MSc ഫിസിക്സ് അങ്ങനെ ഒരു ഫീൽഡൊക്കെ എടുത്ത കാരണം ബാങ്ക് അല്ലെങ്കിൽ മാത്സിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് ഉള്ള ഏതെങ്കിലും എക്സാംസ്. മാത്സ് ഇഷ്ടമായിരുന്നു. പിന്നെ എനിക്ക് തോന്നി മാത്സ് എനിക്ക് കുറച്ചുകൂടി ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ബോറടിക്കാതെ പ്രിപ്പറേഷനും കൊണ്ടുപോകാൻ പറ്റും. എപ്പോഴും GK ആണ് കുറച്ച് വീക്കായിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് അങ്ങനെയാണ് ആദ്യം ബാങ്ക് ഓപ്റ്റ് ചെയ്തത്. പക്ഷെ പിന്നെ ബാങ്ക് കോച്ചിങ്ങിന്റെ ടൈമിലാണെങ്കിലും എനിക്ക് ആ ബാങ്ക് ജോബിനോട് അത്രയൊരു ഇഷ്ടം തോന്നിയില്ല. പിന്നെ കൂടുതൽ നമ്മൾ അതിനെക്കുറിച്ച് അറിയുമ്പോൾ അപ്പോഴാണ് SSC കുറച്ചുകൂടി എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ജോബായിരിക്കും, അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചൊരു ടൈപ്പ് ജോബാണ് SSC എന്നുള്ളത് ആ ഒരു ഇതിലേക്ക് ഓരോ വീഡിയോസ് കണ്ടിട്ടും അങ്ങനെയൊക്കെ വരുന്നത്. എങ്ങനെയാണ് SSCനെ പറ്റി എങ്ങനെയാണ് അറിഞ്ഞത്? സാധാരണ നമ്മുടെ കേരളത്തിൽ ആർക്കും അറിയാത്തൊരു കാര്യമാണ്, വളരെ കുറച്ച് കുട്ടികൾക്ക് ഇതിനെ പറ്റി അറിയുള്ളൂ. SSCയെ പറ്റി എങ്ങനെയാണ് ഇത് പറഞ്ഞത്? MSc പഠിക്കുന്ന ടൈമിൽ തന്നെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഫ്രണ്ട്സൊക്കെ ചിലരൊക്കെ അപ്ലൈ ചെയ്യാറുണ്ടായിരുന്നു. ബാങ്കും SSCയും ഒക്കെ കോമൺ ആയിട്ട് PSC കൊടുക്കുന്ന പോലെ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്താണ് SSC വഴി ഏതൊക്കെ എക്സാം, ആ ഒരു എക്സാമിലൂടെ ഏതൊക്കെ പോസ്റ്റ് കിട്ടും അങ്ങനെ ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. അപ്പം ജസ്റ്റ് ഇങ്ങനെ അടിച്ചു നോക്കും, യൂട്യൂബിൽ ഇങ്ങനെ അടിച്ചു നോക്കും SSC ഇൻ മലയാളം. അങ്ങനെയൊക്കെ SSC ഇൻ മലയാളം എന്നൊക്കെ അടിക്കുമ്പോൾ തന്നെ ആദ്യം വരിക SSC മലയാളിൻ്റെ ഒരു ഇതാണ്. അങ്ങനെ കുറേ കാര്യങ്ങൾ ഓരോരോ യൂട്യൂബ് ചാനലൊക്കെ കണ്ടിട്ട് എന്തൊക്കെ പോസ്റ്റ് ഉണ്ട്, ഇൻകം ടാക്സ്, GST, ഇതൊക്കെ ഇതിന്റെ എൻട്രലാന്ന് മനസ്സിലാവുന്നത്. അതെ, CBIയും എന്തെന്നെ ഇതിനകത്തുള്ള എല്ലാം എനിക്കൊരു അത്ഭുതമായിരുന്നു. ഇതൊക്കെ ഈ ഒരു എക്സാം വഴിയാണോ കിട്ടുന്നത് എന്നുള്ളത്. അങ്ങനെ യൂട്യൂബാണ് മെയിൻ ആയിട്ടുള്ള സോഴ്സ്. ആദ്യം കുറച്ച് കാലം യൂട്യൂബിലായിരുന്നു, പിന്നെയാണ് നമ്മുടെ ഫസ്റ്റ് ബാച്ചിൽ ഇവിടെ ജോയിൻ ചെയ്തത്. ഓക്കെ, അപ്പൊ റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞ മാസം. എങ്ങനെയായിരുന്നു റാങ്ക് ലിസ്റ്റ് വന്നപ്പോഴുള്ള ഒരു എക്സ്പീരിയൻസ്? എങ്ങനെയായിരുന്നു വീട്ടിലൊക്കെ? റാങ്ക് ലിസ്റ്റ് രാത്രിയാണ് എക്സ്പെക്ട് ചെയ്തായിരുന്നു? എനിക്ക് ഒരു ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പിന്നെ ഈ നോർമലൈസേഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയാന്ന് അറിയാത്തോണ്ട് എന്നാലും ഇങ്ങനെ മനസ്സിലുണ്ടായിരുന്നു ഒരു പോസ്റ്റ് എന്തെങ്കിലും ഒന്നും കിട്ടാതിരിക്കില്ല എന്നുള്ളത് ഉണ്ടായിരുന്നു. അപ്പം അന്ന് രാത്രിയാണ് ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം ആദ്യം റിസൾട്ട് വരും എല്ലാ ദിവസവും ഇങ്ങനെ ആ ഒരു വീക്ക് ഫുൾ ടൈം ടെലഗ്രാമില്ല ഇങ്ങനെ റിസൾട്ട് വന്നോ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ MTSന് വന്നപ്പോൾ ഞാൻ വെച്ചു ഇന്നിനി എന്തായാലും CGL ഉണ്ടാവില്ല വെച്ചിട്ട് ഉറങ്ങുകയും ചെയ്തു. അപ്പോൾ രാത്രി 12 മണിക്ക് അജൽ ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള, അപ്പോൾ അജൽ വിളിച്ചിട്ട് അങ്ങനെയാണ് ഫോൺ ബെല്ലടിച്ചിട്ട് ഞാൻ ഉറങ്ങുന്നത്. അപ്പം അവന്റെ നമ്പർ കണ്ടപ്പോൾ എനിക്ക് തോന്നി വേറൊരു കാര്യത്തിന് എന്തായാലും റിസൾട്ട് വന്നിട്ടുണ്ടാവും മാത്രല്ല നമ്മൾ അതിനകത്ത് ഉണ്ടാവും ഉള്ളതുകൊണ്ടാണല്ലോ വിളിച്ചത് എന്നുള്ളത്. അപ്പൊ ഞാൻ തിരിച്ചു വിളിക്കാനൊന്നുമില്ല. ആദ്യമേ ആ ലിസ്റ്റ് എടുത്ത് വേഗം ഏത് പോസ്റ്റാന്ന് അറിയാനുള്ളത്. അപ്പം എന്റെ പേര് ആരതി നടിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ആരതി ഉള്ള വേറെ കുറെ ആൾക്കാരൊക്കെ വരും. അപ്പൊ ഞാൻ അച്ഛന്റെ പേര് എപ്പോഴും അടിക്കുക. അപ്പൊ അച്ഛന്റെ പേര് അടിച്ചപ്പം കറക്റ്റ് വന്നു. അപ്പൊ ഭയങ്കര സന്തോഷാണല്ലോ, നമ്മുടെ ആ ഒരു പേരും നമ്മുടെ പാരന്റിന്റെ പേരും കാണുമ്പോ. അതായിരുന്നു ആ ഒരു. എല്ലാരും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിപ്പോ തന്നെ പറഞ്ഞു, ഞാനും അനിയത്തിയും കൂടിയാ. അപ്പൊ ഞാൻ അനിയത്തി നല്ല ഉറക്കാം. അപ്പൊ അനിയത്തിനോട് പറഞ്ഞു, എടാ എല്ലാവർക്കും അറിയാം ഇങ്ങനെ എല്ലാരും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് റിസൾട്ട്. ഞാൻ ഇങ്ങനെ ഇപ്പം പറയാറുണ്ട് ഇന്ന് വരും നാളെ വരും എന്നുള്ള. അപ്പൊ അനിയത്തിനോട് പറഞ്ഞു,
ഇങ്ങനെ CGL വന്നിട്ടുണ്ട്, എനിക്ക് പോസ്റ്റ് ടെസ്റ്റിൻ്റെ. അപ്പോൾ അവർക്ക് അത്ര വലിയ ധാരണയൊന്നുമില്ല. അപ്പം ഇങ്ങനെ തംസപ്പ് കാണിച്ചു അന്ന് കിട്ടി, ഓക്കെ. അപ്പോഴും എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആയിട്ടില്ല. അതായത് ഞാൻ ഇങ്ങനെ വിചാരിച്ച് നിൽക്കുന്ന ഒരു സാധനം കിട്ടിയിട്ട് ഇവൾ ഇത്രയും പറഞ്ഞിട്ടുള്ളൂ എന്നുള്ളത് അതാണെന്ന് മനസ്സിലായില്ല. അപ്പൊ ഞാൻ താഴെ അച്ഛനും അമ്മയും കിടക്കുന്നത് താഴെ താഴെ പോയിട്ട് ഞാൻ ഇങ്ങനെ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയി. പിന്നെ ഒന്നുമില്ല, പോയിട്ട് പറഞ്ഞേക്കാം, കാരണം അത്രയും ഞാൻ എക്സ്പെക്ട് ചെയ്ത് നിൽക്കുകയാണല്ലോ. അതെ അതെ. രാത്രി വന്നു പോയി, മീൻസ് രാത്രി വരണ്ടായിരുന്നു എനിക്ക് തോന്നി. രാവിലേക്കാണെങ്കിൽ ശരിക്കും അവരുടെ റിയാക്ഷൻ കാണായിരുന്നു. അപ്പൊ രാത്രി വിളിച്ചിട്ട് അമ്മേനോട് പറഞ്ഞു, അമ്മ ചാടി എണീറ്റു. പിന്നെ ഭയങ്കര ആരും ഓവർ എക്സ്പ്രസീവ് ഒന്നും അല്ലാത്തോണ്ട് എല്ലാവരും ഭയങ്കര ഹാപ്പിയായി. കാരണം നമ്മൾ ഈ ജേർണി തുടങ്ങിയിട്ട് കുറച്ച് ആയല്ലോ. അപ്പം അവർ കാണുന്നതാണ് നമ്മൾ ഇതിനു വേണ്ടി പഠിക്കുന്നതും അല്ലെ ഹോസ്റ്റലിൽ നിന്നിട്ട് പഠിക്കുന്നതും ഡെയിലി ഇവിടെ വരുന്നതും അങ്ങനെയൊക്കെ. അപ്പൊ അവർക്കും കാണുന്നുണ്ട്. അപ്പൊ എന്താണെങ്കിലും ഇന്നലെ നാളെ കിട്ടട്ടെ ആ ഒരു ഇതില്ലായിരുന്നു. എന്തായാലും നമ്മളിപ്പോ എനിക്ക് തോന്നുന്നു ഈ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എങ്ങനെ ക്ലിയർ ചെയ്യാം, എങ്ങനെയാണ് നമ്മൾ ഓരോ ടോപ്പിക് വൈസ് നോക്കുകയാണെങ്കിൽ ഏതായിരുന്നു ശരിക്കും വീക്ക് ഏരിയ എന്ന് പറയാൻ? ഏതായിരുന്നു എക്സാമിന്റെ മാർക്ക് വെച്ച് നോക്കുമ്പോൾ വീക്ക് GK ആണ്. പക്ഷെ എന്നാൽ ഞാൻ കൂടുതൽ ടൈം പഠിക്കാൻ വേണ്ടി കൊടുക്കുന്നതും GKക്കാണ്. GK എനിക്ക് വലിയൊരു ഇമ്പ്രൂവ്മെന്റ് ഒരിക്കലും കാണാറില്ല. അതായത് ഒരു ദിവസം ഒരുപാട് നേരം GK പഠിക്കും, പക്ഷെ ചെറിയൊരു മാർക്ക് വേരിയേഷൻ മാത്രമേ GKയിൽ വരുള്ളൂ. അതിനുവേണ്ടി ആ ഒരു ടൈം കൂടി മാത്സിനോ വേറെ ഏതെങ്കിലും ഇംഗ്ലീഷിനൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ല ചേഞ്ച് ആയിട്ട് മോക്ക് ടെസ്റ്റിലൊക്കെ കാണാറുണ്ട്. അപ്പൊ എപ്പോഴും വീക്ക് ഏരിയ എന്ന് പറഞ്ഞാൽ ഇന്നും GK തന്നെയാണ്. അതായത് എനിക്ക് തോന്നുന്നു മാത്സ്, ഇംഗ്ലീഷ്, റീസണിംഗ് നമ്മൾ ആ ഒരു എഫേർട്ട് കൊടുക്കുന്നതിനനുസരിച്ചുള്ള റിസൾട്ട് നമുക്ക് മാർക്കിൽ കാണാൻ പറ്റും. കാണാൻ പറ്റുന്നില്ല, പെട്ടെന്ന് തന്നെ കാണാൻ പറ്റും. 1 വീക്ക് ഒക്കെ മാത്സ് നല്ല നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ റെഗുലർ ആയിട്ടൊരു ഇത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ മോക്കിലൊക്കെ ശരിക്കും ആ ഒരു ഇത് കാണും. പക്ഷെ GK സ്ലോ ആണ്, പക്ഷെ കിട്ടിക്കഴിഞ്ഞാൽ അത് നിലനിർത്താൻ പറ്റും. അത് GK ന്റെ പ്രത്യേകത. GK നമ്മള് സിലബസ് എടുത്ത് നോക്കുമ്പോൾ ഇത്രേ ഉണ്ടാവുള്ളൂ, പക്ഷെ അത് ഇഷ്ടംപോലെ ഉണ്ട്. അതിൽ എങ്ങനെ തീർക്കുക, എവിടെ നിന്ന് എന്ത് ക്വസ്റ്റ്യൻ ചോദിക്കുക നമുക്കറിയില്ല. അപ്പൊ നമ്മൾ ഈ പരീക്ഷനെ പലപ്പോഴും കണ്ടു, നമ്മൾ GK സ്ഥിരമായിട്ട് മാർക്ക് വാങ്ങുന്ന ആളുകൾ പോലും മാർക്ക് കുറഞ്ഞു പോകുന്നു. മാർക്ക് ആവറേജ് കിട്ടുന്ന ആൾക്ക് ഒരുപാട് പഠിച്ചിട്ടല്ലേ കുറച്ച് പഠിച്ചാൽ അതിന്ന് വന്നാൽ തന്നെ ബാക്കിയുള്ള 3 സബ്ജക്ട് എനിക്ക് തോന്നുന്നു അതിന്. അപ്പൊ GK എങ്ങനെയായിരുന്നു പഠിച്ച ബുക്കോ കാര്യങ്ങളോ എന്തെങ്കിലും ഫോളോ ചെയ്തിരുന്നു? അത് വെറും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബേസ് ചെയ്തിട്ടുള്ള? ആദ്യമൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാ നോക്കി. ഞാൻ പിന്നാക്കളിന്റെ ഒരു ബുക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് പഠിച്ചതിന് ഉദ്ദേശം എന്ന് വെച്ചാൽ ഏതൊക്കെ ഏരിയന്ന് കൂടുതൽ ക്വസ്റ്റ്യൻ വരിക എന്നുള്ള മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അത് ഇവിടെ കോച്ചിങ് എടുക്കുന്നതിന് മുന്നേ ഞാൻ 2 ബുക്കാണ് മെയിനായിട്ട് വാങ്ങിച്ചത്. ഒന്ന് പിന്നാക്കളുടെ മാത്സും ഒന്ന് GK. അതിനകത്ത് GK ഇങ്ങനെ നോക്കി തുടങ്ങിയപ്പം ഓരോ ഏരിയയും ഹിസ്റ്ററിയിൽ നിന്ന് എവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട് അങ്ങനെയൊക്കെ മനസ്സിലായി. പിന്നെ എനിക്ക് തോന്നി ഈ PYQ കൊണ്ട് ഒരു കാര്യമില്ല, കാരണം കാര്യം അറിയാതെ കുറെ PYQ ഇങ്ങനെ നോക്കി വെച്ചിട്ടും കാര്യമില്ല. അപ്പൊ അത് ഒരു സബ്ജക്ട് എടുത്തിട്ട് ഓർഡറിൽ എടുത്തിട്ട് പഠിക്കണം എന്ന് ഞാൻ വിചാരിച്ചു. അപ്പം ഈ പറഞ്ഞ പോലെ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആണ്, കൂടുതൽ ഹിന്ദിയിലാണെന്ന് മാത്രം. അങ്ങനെ പഠിക്കാൻ നോക്കി. പിന്നെ ഇവിടെ വന്നപ്പം ഇവിടുത്തെ കോഴ്സിന്റെ ഭാഗമായിട്ട് GK ഉണ്ടായിരുന്നു. അങ്ങനെ നോട്ട്സ് ഒക്കെ ഉണ്ടാക്കിയത് ഇവിടുത്തെ ഇത് വെച്ചിട്ടാണ്. എല്ലാ സോഴ്സും യൂസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സോഴ്സ് നോക്കി പഠിക്കുന്ന ആളാണോ അതോ ലിമിറ്റഡ് റിസോഴ്സ് വെച്ച് പഠിക്കുന്നത്? ഒരുപാട് സോഴ്സ് യൂട്യൂബിലൊക്കെ എടുത്ത് നോക്കി പറഞ്ഞ പോലെ ഒരുപാട് ക്ലാസ്സുകളൊക്കെ ഇടയ്ക്ക് കൺഫ്യൂഷൻ വരാറുണ്ട്. ചിലപ്പോൾ ചില ടോപ്പിക് പഠിച്ചുകൊണ്ടിരിക്കും തോന്നും ഇതല്ല മറ്റേ സാറിന്റെ ആണല്ലേ, അല്ലെ വേറെ യൂട്യൂബ് ചാനൽ ഇതിലും നല്ല ഉണ്ട്, അങ്ങനെയൊക്കെ തോന്നാറുണ്ട്. പക്ഷെ അങ്ങനെ ഒരുപാടൊന്നും ഇല്ല. ഈ 2 പിന്നാക്കൾ പിന്നെ ഒരു ബ്ലാക്ക് ബുക്ക്, ഇംഗ്ലീഷിനുള്ള ബ്ലാക്ക് ബുക്ക്, അത് ഇവിടെ വന്നിട്ട് രാമൽ നമ്മുടെ ക്ലാസ് തന്നെ അല്ല. അപ്പം ഏതോ ഒരു ഇവിടുത്തെ മോക്ക് ടെസ്റ്റിന് ഒരു ഇഡിയം ഏതോ ഒന്ന് വന്നു. അപ്പൊ ഞാൻ ആദ്യമായിട്ട് കേൾക്കുക ആ ഒരു ഇഡിയം. അപ്പൊ ഞാൻ ചോദിച്ചു ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എവിടുന്നാ ഇതൊക്കെ എടുത്ത് പഠിക്കുക, ഇവര് എവിടുന്നാ ക്വസ്റ്റ്യൻ ഇടുന്നത്? അപ്പൊ ഞങ്ങൾ നടന്നു പോവാ, ക്ലാസ് കഴിഞ്ഞ് പോവാ. അപ്പൊ എന്നോട് പറഞ്ഞേ ഇതൊക്കെ ബ്ലാക്ക് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ് ആണല്ലോ, ബ്ലാക്ക് ബുക്ക് പഠിച്ചാൽ മതി. അപ്പോഴാണ് ഞാൻ ബ്ലാക്ക് ബുക്ക് കേൾക്കുന്ന ആദ്യമായിട്ട്. അപ്പൊ ഞാൻ ഈ സ്റ്റേഡിയത്തിന്റെ അവിടുന്ന് ബസ് കയറുമ്പോൾ അന്ന് തന്നെ ബ്ലാക്ക് ബുക്ക് വാങ്ങിച്ചു വെച്ചു. പിന്നെ ഇതെന്ത് ചെയ്യണം എന്നറിയില്ല. ഈ ബ്ലാക്ക് ബുക്ക് ബുക്കാണല്ലോ, അപ്പൊ അതെങ്ങനെ പഠിക്കണോ? ഓരോ ദിവസം ഒരു പേജ് പഠിച്ചാൽ മതിയോ? എങ്ങനെയാ പഠിക്കുക? ഭയങ്കര ബോറിംഗ് ആയിട്ടും തോന്നി പഠിക്കുന്നത്. അങ്ങനെ കുറേ കാലം ഇത് പഠിക്കാതെ ഇങ്ങനെ വെച്ചു. പിന്നെ ഞാൻ ഇവിടെ ക്ലാസ് കഴിഞ്ഞ് ഹോസ്റ്റലിൽ നിന്നപ്പം ഇവിടെ നിന്ന് ഒന്നിച്ച് 1-2-3 പേര് ഒന്നിച്ചിരുന്ന് പഠിക്കുമ്പോഴാണ് ഇത് പഠിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ പഠിച്ച കാര്യങ്ങൾ ഓർമ്മയിൽ നിൽക്കാൻ തുടങ്ങിയത്. അങ്ങനെയാണ് ബ്ലാക്ക് ബുക്ക്. വേറെ ബുക്സ് ഒന്നും കാര്യമായിട്ട് വാങ്ങിച്ചു. ഗ്രാമർ ഇംഗ്ലീഷിന്റെ ഗ്രാമർ യൂട്യൂബില് ഇവിടുത്തെ ക്ലാസ് നല്ലായിരുന്നു കേട്ടോ. മിസ്സിന്റെ ക്ലാസ് അത് നല്ലായിരുന്നു. ഞാൻ ഇപ്പോഴും റെക്കോർഡ് ക്ലാസ് ചിലപ്പം ചില ഏരിയ ഒക്കെ മോക്കിൽ ചില ഏരിയ ഒക്കെ പ്രശ്നം തോന്നിക്കഴിഞ്ഞാൽ
അത് നോക്കാറുണ്ട്. കാരണം നമുക്ക് മിസ് പറഞ്ഞ ഓർമ്മ ഉണ്ടാവും. അപ്പോൾ അത് അവിടെ ഉണ്ട്, പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാവുന്നതുകൊണ്ട് അത് പോയിട്ട് നോക്കും. പിന്നെ കുറെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ. ബുക്ക് ഗ്രാമറിന്റെ ബുക്ക് ഒന്നും അങ്ങനെ വാങ്ങിയിട്ടൊന്നുമില്ല. ഞാൻ നീതു സിംഗിന്റെ ഒരു ബുക്ക് വാങ്ങിച്ചിട്ടുണ്ട്. അത് ഈ പറഞ്ഞ എല്ലാവരും നല്ലതാന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചു. പക്ഷെ എനിക്കതങ്ങനെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ കൂടുതൽ മോക്ക് ടെസ്റ്റിൽ കിട്ടുമല്ലോ, മോക്ക് ടെസ്റ്റിൽ മനസ്സിലാവും ഈ ഏരിയ ആണ് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ, അത് അങ്ങനെ മാത്രമേ ഉള്ളൂ. അല്ലാതെ ഗ്രാമർ പിന്നെ എനിക്ക് വലിയ മോശം ഒന്നും ആയിരുന്നില്ല ഇംഗ്ലീഷിന്. ഞാൻ പഠിച്ച സിലബസ് ഒക്കെ ഇംഗ്ലീഷ് മീഡിയം സിലബസ് ആണ്. കേരള ആണെങ്കിലും സ്റ്റേറ്റ് സിലബസ് ഇംഗ്ലീഷ് തന്നെയാണ് പഠിച്ചത്. അതുകൊണ്ട് ചില ക്വസ്റ്റ്യൻ ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും തെറ്റ് ഇവിടെയാണ്. പക്ഷെ എന്താ തെറ്റെന്ന് ഇപ്പോഴും ചിലപ്പോൾ അറിയില്ല. എന്താ തെറ്റെന്നല്ല, എന്തോ ഒരു ക്വാളിറ്റി ഇവിടെ ഉണ്ട്. അപ്പൊ SSCക്ക് പിന്നെ അത്ര മതി. അങ്ങനെ പഠിക്കുന്ന ടൈമിൽ ഉണ്ടായിരുന്നു കഥ ബുക്ക്, ഇങ്ങനത്തെ സ്റ്റോറീസ് ഒക്കെ. പക്ഷെ ഇംഗ്ലീഷിലുള്ളത് അധികം വായിച്ചിട്ടൊന്നുമില്ല. പിന്നെ ആരതി പറഞ്ഞു ഓൾറെഡി മാത്സ് ഒരു എഡ്ജുള്ള ഏരിയ ആണ്. എന്നാലും നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട് അല്ലെ? എങ്ങനെയായിരുന്നു മാത്സ് കാര്യങ്ങളൊക്കെ? എങ്ങനെയാ അതിന്റെ ഏതെങ്കിലും ബുക്ക് വാങ്ങിയിട്ട് പഠിക്കുകയാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ക്ലാസ്സുകൾ? നമ്മുടെ ക്ലാസ്സുകൾ ഉണ്ട് ഓൾറെഡി, അതല്ലാതെ വേറെ ഏതെങ്കിലും ക്ലാസ്സുകൾ കാര്യങ്ങൾ എന്തെങ്കിലും ഓൺലൈനിൽ? അല്ല, മാത്സ് എഡ്ജ് ഉള്ളതെന്ന് പറഞ്ഞാല് ഞാൻ ആദ്യമായിട്ടൊരു CGL എഴുതി 2022. അത് ഒരുപാട് വേക്കൻസി ഉള്ള ഒരു CGL. പ്രിപ്പറേഷൻ ഒന്നുമില്ല. ഈ PG കഴിഞ്ഞയുടെ ഭാഗമായിട്ട് കുറെ എന്തൊക്കെയോ അപ്ലൈ ചെയ്തു, അതിനകത്ത് പോയിട്ട് എഴുതി. അപ്പൊ എനിക്ക് തോന്നി ഇതൊക്കെ എനിക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതായത് നമ്മൾ 10th ഒക്കെ ആയിട്ട് കണ്ടല്ലേ, ട്രിഗ്നോമെട്രി ഒക്കെ കാണുമ്പോൾ ഇത് അറിയാമായിരുന്നല്ലോ, പക്ഷെ ഇതെങ്ങനെയായിരുന്നു, അങ്ങനെ ഒരു ഇത്. അപ്പം അതായത് കൺവെൻഷണൽ മെത്തേഡ് വെച്ചിട്ട് ചെയ്യാൻ നമുക്കറിയാം, കുറെ ടൈം എടുക്കും. സമയം എടുക്കും, കുറച്ചൊക്കെ കൺസെപ്റ്റ് ഒക്കെ അറിയാം. അപ്പം പിന്നെന്താന്ന് വെച്ചാൽ ഈ ടൈമിനുള്ളിൽ എങ്ങനെ തീർക്കും എന്നുള്ളതാണ്. അപ്പൊ അതിന് ഇവിടുത്തെ ക്ലാസ്സും, പിന്നെ ആദ്യമൊക്കെ ഇവിടുത്തെ ക്ലാസ് മാത്രം ഫോളോ ചെയ്തു. പിന്നെ ഒരു ഷോർട്ട് കട്ടൊക്കെ പറഞ്ഞു തരുമ്പം അപ്പോഴാണ് എനിക്ക് ഇതാണ് നമ്മൾ യൂസ് ചെയ്യേണ്ട മെത്തേഡ് എന്നുള്ളത് മനസ്സിലായത്. പിന്നെ ആ ഒരു മെത്തേഡിലുള്ള കുറേ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക, പിന്നെ ആക്ടിവിറ്റി സോൾവ് ചെയ്ത്, പിന്നെ രാകേഷ് യാദവിൻ്റെ ബുക്ക്, അങ്ങനെയൊക്കെ ആയപ്പം കുറച്ചൊരു ഇമ്പ്രൂവ്മെന്റ് കണ്ടു സെക്ഷണൽ ചെയ്തപ്പം. ടെക്സ്റ്റ് ബുക്കും ഒലിവ് ബോർഡും ആണ് മെയിനായിട്ട്. ഞാൻ ഇവിടെ ആദ്യം എനിക്ക് ടെക്സ്റ്റ് ബുക്കിനെ കാര്യം അറിയണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒലിവ് ബോർഡിലെ ഫ്രീ മോക്കിനെ കുറിച്ച് എല്ലാവരും പറയുന്ന കേട്ടു, അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞപ്പം അത് ചെയ്തു. പിന്നെ ഇതിൻ്റെ ഒരു പ്രിപ്പറേഷൻ്റെ ഒരു ഇതിലേക്ക് എത്തിയപ്പോഴാണ് ഒരുപാടുണ്ടല്ലോ വേറെ ഏതൊക്കെയോ ഇത്. അപ്പോൾ RBന്റെ എല്ലാം ഒന്നും സബ്സ്ക്രൈബ് ചെയ്തില്ല, പക്ഷെ അവരുടെ ഫ്രീ മോക്കും പണ്ഡിറ്റ്സിന്റെ ഒക്കെ ഫ്രീ മോക്കും ഒക്കെ എടുക്കും. നമ്മളിവിടുത്തെ ഈ ഒരു ഓഫ്ലൈൻ നമ്മുടെ ക്ലാസ്സുകളിൽ വീക്ക്ലി മോക്ക് ടെസ്റ്റ് ഉണ്ടാവില്ലേ? അതിൽ മോക്ക് ടെസ്റ്റ് ഡിസ്കഷൻ യൂസ്ഫുൾ ആയിരുന്നു? അത് നല്ല യൂസ്ഫുൾ ആയിരുന്നു. അത് ആദ്യമൊക്കെ ഞാൻ ഇവിടുന്ന് ജസ്റ്റ് ഇങ്ങനെ കേട്ടിട്ട് പോവും. ആദ്യത്തെ 1-2 ദിവസമൊക്കെ വീട്ടിൽ പോയി ചെയ്ത് നോക്കും. പിന്നെ ചിലതെന്തെന്ന് വെച്ചാൽ ഇവിടുന്ന് കേൾക്കും, അപ്പം തന്നെ ഓക്കെ ആന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരിക്കൽ എപ്പോഴും ഒന്ന് ബാസിൻ സാറാന്ന് തോന്നുന്നു, സാറ് പറഞ്ഞു ഇവിടെ 20 മോക്ക് ടെസ്റ്റ് എന്തോ ഉണ്ടാവും, അതിൽ 100 ക്വസ്റ്റ്യൻ വെച്ചിട്ടുണ്ടാവും. അങ്ങനെയാണ് നിങ്ങൾ ഈ ഇവിടുത്തെ കോഴ്സ് കഴിയുമ്പോൾ തന്നെ ഇത്രയും ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയണം. അതിൽ GK ആണെങ്കിൽ 25 ക്വസ്റ്റ്യൻസ് 20 ഇതായിട്ടുണ്ടാവും. അപ്പം തന്നെ നമുക്ക് നല്ലൊരു ഇതുണ്ടാവില്ലേ. അപ്പോഴാണ് ശരിക്കും ഞാൻ ഇത് മര്യാദയ്ക്ക് യൂസ് ചെയ്യുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നത്. പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് GK നോക്കിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് വരുന്ന GK ഇനി തെറ്റരുത്, കാരണം ഒരു പ്രാവശ്യം കണ്ടതാണ്, ഇവിടെ ഡിസ്കസ് ചെയ്തതാണ്, അത് കാരണം അങ്ങനെ ഒരു ഇത് കുറച്ച് നേരം ഫോളോ ചെയ്തിട്ടുണ്ട്. പിന്നെ റീസണിങ് എങ്ങനെയായിരുന്നു? പുതിയ റീസണിങ് സീരിയസ് ആയിട്ട് എടുക്കാത്തൊരു ഏരിയ ആണ്. ബുക്ക് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല, ബുക്കൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഇവിടെ നമ്മൾ ക്ലാസ് കൺസെപ്റ്റ് കിട്ടും, പിന്നെ മോക്ക് ചെയ്യുമ്പോൾ മാത്രം റെഡിയാക്കും, സെക്ഷനിൽ എടുക്കും. അക്ഷയ് സാറിന്റെ കംപ്ലീറ്റ് അക്ഷയ് സാറിന്റെ. പിന്നെ റീസണിങ് കുറച്ചൊക്കെ ലോജിക്ക് വെച്ച് ചെയ്യുന്നൊക്കെ കിട്ടും. ബാക്കി കലണ്ടർ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളുണ്ട്, അതെപ്പോഴും മറന്നു പോകും. അപ്പൊ അത് എക്സാം ആകുമ്പോൾ വീണ്ടും നോക്കും, അങ്ങനെ ചെയ്യും. റീസണിങ് അധികം എഫേർട്ട് എടുത്തിട്ടില്ല, പക്ഷെ എനിക്കൊന്ന് സെക്ഷനിൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ലോണം ഇമ്പ്രൂവ് ആവും. ടൈം ആദ്യമൊക്കെ 20 മിനിറ്റും ഒക്കെ അല്ലെങ്കിൽ 20 മിനിറ്റ് മുകളിലൊക്കെ എടുക്കുന്ന ഇപ്പം 15 മിനിറ്റ് അങ്ങനെ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റി. ഇനി Tier 1 Tier 2 സെപ്പറേറ്റ് പ്രിപ്പറേഷൻ നടത്തിയായിരുന്നു, അതോ Tier 1ന്റെ കൂടെ തന്നെ? പാറ്റേൺ മാറുന്നുണ്ട്, ശരിയാണ്. അതായത് എക്സാം പാറ്റേൺ മാറുന്നുണ്ട്, സിലബസ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. പക്ഷെ എന്നാലും അതുകൊണ്ട് സെപ്പറേറ്റ് എന്തെങ്കിലും ഒരു പല കുട്ടികൾ പ്രശ്നം വെച്ചാൽ Tier 1 കഴിഞ്ഞു, ഇനി Tier 2 അങ്ങനെ പഠിക്കണം എന്ന് കൺഫ്യൂഷനുള്ള ആളുകൾ, അവരോട് എന്താ പറയാനുള്ളത്? ഈ ഒരു Tier 1 പോലെ തന്നെ പോയാൽ മതി, അത് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ? Tier 1 പോലെ തന്നെ പോയാൽ എൻ്റെ ഒരു ഇതില്
tier 1 പോലെ തന്നെ പോയാൽ മതി എന്നുള്ളതാണ്. ഇപ്പം ഞാൻ ഇതിന് മുന്നേ മെയിൻസ് എഴുതിയിട്ട് പരിചയമില്ല. അപ്പം മെയിൻസിൽ എന്തൊക്കെയാ അഡീഷണൽ ആയിട്ട് വരുന്ന ടോപ്പിക്ന്ന് മാത്രമേ ഞാൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അല്ലാതെ വേറെ ഇതിന് വേറൊരു സ്ട്രാറ്റജി ആണോ ഫോളോ ചെയ്യുന്നത് അങ്ങനെയൊന്നും അറിയണ്ടായിരുന്നില്ല. മെയിനായിട്ട് മോക്ക് ടെസ്റ്റ് എടുത്തു, പിന്നെ എക്സ്ട്രാ വരുന്ന സ്റ്റാറ്റി വ്യത്യാസമുണ്ടല്ലോ. ടിയർ 1 എഴുതുന്ന പോലത്തെ ടിയർ 1 എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഒരു മണിക്കൂറാണ്. ടിയർ 2 എത്തുമ്പോൾ നമ്മൾ രണ്ട് സെക്ഷൻ ആയിട്ട് അപ്പൊ അത് എങ്ങനെ എന്ത് വ്യത്യാസം തോന്നിയത്? ഡിഫിക്കൽട്ടി ഫീൽ ചെയ്തു ആദ്യം നല്ല ഡിഫിക്കൽട്ടി. സെക്ഷൻ 2 അത്ര സമയത്തിന്റെ ഒരു പ്രശ്നം വരില്ല. പക്ഷേ സെക്ഷൻ 1 നല്ലൊരു അതെങ്ങനെ ഉണ്ടായിരുന്നു? സെക്ഷൻ 1 സമയം തീർന്നേ അറിയില്ല. പെട്ടെന്ന് തന്നെ, അതായത് റീസണിങ്ങും മാത്സും കൂടി പെട്ടെന്ന് അങ്ങ് കഴിയും. പിന്നെ ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണല്ലോ. കാരണം ഇംഗ്ലീഷ് ആണെങ്കിൽ കുറെ പാസേജ് വായിക്കാനുണ്ട്. പാസേജും ജിക്ക് എങ്ങനെ നമുക്ക് ആ സമയത്തിനുള്ളിൽ തീർക്കാം. അപ്പൊ ആദ്യമൊക്കെ വിചാരിക്കും രണ്ടും കൂടി ഒരു ടൈം ആയിരുന്നെങ്കിൽ ഇതിന് കുറച്ച് ടൈം അങ്ങോട്ട് കൊടുക്കായിരുന്നല്ലോ എന്ന് വിചാരിക്കും. പിന്നെ അത് മോക്ക് ചെയ്തിട്ട് തന്നെയാണ് റെഡി ആയിട്ടുള്ളത്. ആദ്യമൊക്കെ മാത്സിൽ കുറെ ക്വസ്റ്റ്യൻ കാണാതെയാവുമായിരുന്നു. അതായത് ടയർ 1 ക്ലിയർ ചെയ്തിട്ട് പോലും നമുക്ക് അറിയാലോ ഇത്ര 30 ക്വസ്റ്റ്യൻ വെച്ചിട്ടുണ്ടെന്ന്. എന്നിട്ട് പോലും ഞാൻ മാത്സിൽ ആദ്യം റീസണിങ് ചെയ്യാം. അപ്പൊ റീസണിങ് അത്യാവശ്യം നല്ലോണം തന്നെ ഗംഭീരമായിട്ട് എല്ലാം കിട്ടിയിട്ടേ പോകുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ ചെയ്തു തുടങ്ങും. അപ്പം മാത്സ് സമയം പോകും. അത് മോക്ക് ചെയ്തിട്ട് തന്നെയാണ് റെഡി ആയിട്ടുള്ളത്. ഡെയിലി മോക്ക് ചെയ്യുന്നു. ഡെയിലി മോക്ക് ചെയ്യായിരുന്നു. എക്സാം ഞാൻ ഉദ്ദേശിച്ച എക്സാം അടുപ്പിച്ചല്ല, നമ്മൾ എക്സാം അടുപ്പിച്ച് എല്ലാവരും ഡെയിലി ചെയ്യും. എക്സാമിന്റെ മുമ്പ് ഒരു ടയർ 1ന്റെ മോക്ക് ഞാൻ ക്ലാസ്സിലൊക്കെ വരുമ്പം ആഴ്ചയിൽ ഒരിക്കലും ഈ പറഞ്ഞ പോലെ ഒലിവ് ബോർഡിൽ ലൈവ് മോക്ക് ചെയ്യും. അത്രേ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ്, അതായത് ഒരു 2 മാസം മുന്നേ ഒക്കെ ഡെയിലി മോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. പക്ഷെ അതെനിക്ക് ആ ഒരു ടൈം ആകുമ്പോൾ നമ്മൾ എന്നും ഒരേ ടൈമിലാണ് മോക്ക് ചെയ്യുക. അപ്പോൾ ഒറ്റയ്ക്കല്ല, കൂടെ ഫ്രണ്ട്സ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോൾ എന്തായാലും അത് ചെയ്യാനുള്ളൊരു കുറച്ച് കാലം കഴിഞ്ഞാൽ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. മോക്ക് ചെയ്യാൻ ഇഷ്ടമാണ്, അനാലിസിസിന് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ആദ്യത്തിൽ. പിന്നെ പോകെ രണ്ടും എനിക്ക് തോന്നുന്നത് മോക്ക് ചെയ്തിട്ട് മാത്രമാണ് എനിക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായത്. മോക്ക് എന്തായാലും ചെയ്യണം. മോക്ക് ചെയ്യുന്നതിന് കൂടുതൽ അനാലിസിസ് ഞാൻ ഇപ്പോഴും, അതായത് ഞാൻ ഫോളോ ചെയ്തതെന്ന് പറഞ്ഞാല് എന്തായാലും മോക്ക് ചെയ്യണം. അതിനുള്ള ഇമ്പ്രൂവ്മെന്റ് എന്തായാലും ഉണ്ടാവും. കാരണം എക്സാമിൽ നമുക്കത് നല്ലോണം മനസ്സിലാവും. കാരണം ഒരു ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മോക്ക് ചെയ്താൽ മാത്രമേ ടൈം മാനേജ്മെന്റ്, അത് ടയർ 1 വേറെ ടയർ 2 വേറെ, രണ്ടും വേറെ വേറെ ടൈം മാനേജ്മെന്റ് ആണല്ലോ. അപ്പോൾ എന്തായാലും മോക്ക് ചെയ്യണം. മോക്ക് ചെയ്താൽ അതിനുള്ള എന്തായാലും റിസൾട്ട് ഉണ്ടാവും. GK ആണെങ്കിൽ പോലും നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും എന്നാണ് തോന്നുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നില്ല ഈ ഒരു എക്സാം പ്രിപ്പറേഷൻ ഇനി ഒരു നന്നായിട്ട് എന്തായാലും ഒരു ഇമ്പ്രൂവ്മെന്റ് ചെയ്തൊരു അറ്റംപ്റ്റോട് കൊടുക്കുകയാണെങ്കിൽ ഈ ചെയ്യരുത് എന്ന് പറയുക, അതായത് ഇനി അടുത്ത പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എഫക്റ്റീവ് ആയിട്ടുണ്ടാവും, ഒരുപാട് കാര്യങ്ങൾ നെഗറ്റീവായിട്ടും, അല്ലെ? എല്ലാം നമ്മൾ ചെയ്യുന്നത് എന്തായാലും പോസിറ്റീവായിട്ട്. അപ്പൊ ഇനി അടുത്തൊരു പ്രിപ്പറേഷൻ കൊടുക്കുക, ഒരു അറ്റംപ്റ്റ് കൊടുക്കുമ്പോൾ ചെയ്യരുത് എന്ന് തോന്നുന്ന ഒരു കാര്യം എന്താണ്? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതായത് അതിൽ ഇമ്പ്രൂവ് ആക്കണം എന്ന് തോന്നുന്ന ഒരു കാര്യം എന്തായാലും? വീക്കായി പോയ, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ പിന്നോട്ട് അടിച്ച് നമ്മൾ കുറച്ച് ഒന്നും കൂടെ നന്നാക്കാമായിരുന്നു തോന്നിയ ഏതെങ്കിലും ടോപ്പിക്കോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്തെങ്കിലും? അങ്ങനെ അതായത് ടയർ 2ന്റെ കാര്യത്തിലാണെങ്കിൽ ഞാൻ കൂടുതൽ, അതായത് നമുക്ക് അഡീഷണൽ ടോപ്പിക്സ് ഉണ്ട് ടയർ 2ന്. പക്ഷെ ഞാൻ അത് അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതായത് ഒരു 80% ടയർ 1 സിലബസ് തന്നെയാണല്ലോ ഉള്ളത്. അപ്പോൾ അത് തന്നെ ഇമ്പ്രൂവ് ചെയ്യാം. മറ്റേത് പഠിച്ചു വെക്കണം എന്നറിയാം. പക്ഷേ ഈ ടയർ 2നാണെങ്കിലും ഞാൻ മീൻ മീഡിയം മോഡ് അതിനകത്ത് നിന്ന് വന്നൊരു ക്വസ്റ്റ്യൻ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അത് എനിക്കറിയാം, കൺസെപ്റ്റ് അറിയാം, ഞാൻ പഠിച്ച കാര്യമാണ്. പക്ഷെ എനിക്ക് പ്രാക്ടീസ് കുറവായത് കാരണം അത് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അങ്ങനെ അഡീഷണലി വരുന്ന ടോപ്പിക് എന്തായാലും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതെ നല്ലോണം നോക്കണം. അപ്പോൾ അങ്ങനെ വരുന്ന ടോപ്പിക്സ് എന്തായാലും സീരിയസ് ആയിട്ട് തന്നെ, അതായത് നമ്മൾ ടയർ 2ന് വേണ്ടി പഠിച്ചു തുടങ്ങുമ്പോൾ ആദ്യമേ അത് കംപ്ലീറ്റ് ആക്കി വരുന്ന മോക്കിലൊക്കെ അത് ചെയ്യണം. ഞാൻ എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ ആദ്യത്തിൽ അത് പഠിച്ചില്ല. അപ്പം ആദ്യത്തിൽ എടുക്കുന്ന മോക്കിലൊക്കെ ഞാൻ അത് സ്കിപ്പ് ചെയ്യും, പഠിച്ചിട്ട് ചെയ്താൽ മതി എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നി. ആദ്യം അത് കംപ്ലീറ്റ് ചെയ്തിട്ട് മോക്കിലൊക്കെ അത് ചെയ്യണമായിരുന്നു. പോണം എന്നുള്ളത് എന്തായാലും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത ഇനിയിപ്പോ ഓൾറെഡി അച്ചീവറായി, നമ്മൾ അച്ചീവർ പറയുന്ന പല കുട്ടികളും സീരിയസ് ആയിട്ട് എടുക്കാറുണ്ട്. പണ്ടത്തെ പോലെ ആസ്പിരന്റ് അല്ല ഇനി അടുത്തൊരു അറ്റംപ്റ്റ് കൊടുക്കുകയാണെങ്കിലും ഒരു അച്ചീവർ ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ ഇനി വരാൻ പോകുന്ന കുട്ടികളോട് എന്താണ് പറയാനുള്ളത്? ഇത് എന്താ പറയുക, SSC എന്ന് പറഞ്ഞ സംഭവം പല ആൾക്കാരും പറയും ഭയങ്കര ടഫാണ്, ഭയങ്കര കോമ്പറ്റീഷൻ ആണ്, ഒരുപാട് കട്ട് ഓഫ് ആണ്, ഇത് നടക്കൂ?
എന്തായാലും നടക്കും. കാരണം അതിനുള്ള എക്സാമ്പിളാണ് ഞാൻ. എന്തായാലും നടക്കുന്ന ഉറപ്പാണ്. അങ്ങനെ ഒരു ആവറേജ് സ്റ്റുഡൻറ്റ്, അബോവ് ആവറേജ് അങ്ങനെ ഒന്നും ഇല്ലാത്തൊരു എക്സാമാണ് SSC. ഞാൻ PSC എഴുതുന്ന ചില ഫ്രണ്ട്സ് എന്നോട് ഇപ്പോൾ SSCൻ്റെത് ഇങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞപ്പം ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയാണോ നടക്കുമോ, അതായത് നമുക്ക് മാത്സ് ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞാ 10ാം ക്ലാസ് മാത്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ, പ്രാക്ടീസ് ചെയ്തിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതേ ഉള്ളൂ. അത് ശരിക്കും SSCൻ്റെ സിലബസ് അറിഞ്ഞു കഴിഞ്ഞാൽ GK മാറ്റി വെക്കാം. കാരണം GK വാസ്റ്റ് ആയിട്ടുള്ള ഇതാണ്. അത് പിന്നെ ഓരോരുത്തർക്കും ഓരോരുത്തരുടെ സ്ട്രാറ്റജി ഉണ്ടാവും. ബാക്കിയെല്ലാം എന്തായാലും നമുക്ക് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന അത്രേ ഉള്ളൂ SSC. വേറെ വലിയ സംഭവങ്ങളൊന്നുമില്ല. നമ്മൾ ടോപ്പിക് എടുത്ത് നോക്കുകയാണെങ്കിലും 10th വരെ പഠിച്ചതിൽ ആകെ ട്രിഗ്നോമെട്രി മാത്രമാണ് എനിക്ക് തോന്നുന്നു +1 +2 വരുന്നൊരു ടോപ്പിക് ആയിട്ടുള്ളത്. അത് ചെറിയ പോർഷൻ, അതെ, ഹൈറ്റ് അങ്ങനത്തെ ഒക്കെ പോർഷൻസ് 10ാം ക്ലാസ്സിലും വരുന്നുണ്ട്. എല്ലാ ടോപ്പിക്കിന്റെയും ബേസ് എന്ന് പറയുന്നത് 10ാം ക്ലാസ് ആണ്. അപ്പം 10ാം ക്ലാസ് ഉള്ള എല്ലാവർക്കും അത് സത്യമാണ്. പല ആൾക്കാരും പറയുന്ന ഒരു കാരണമാണ്, ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ ശേഷം സയൻസ് എടുത്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് പറ്റില്ല. ഇപ്പൊ നമ്മളിവിടെ കഴിഞ്ഞ ഫസ്റ്റ് ബാച്ചിൽ നിങ്ങളുടെ ബാച്ചിൽ ക്വാളിഫൈ ചെയ്ത നബുഹാൻ അങ്ങനെയാ. കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ആണ്, ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊന്നും ഒരു കാരണമല്ല. കാരണം നമ്മൾ പല ആളുകളുടെ തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞാൽ ഇതൊരു ഡിഗ്രി ലെവൽ പരീക്ഷയാണ്, അപ്പൊ ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക എന്നുള്ളത്. അങ്ങനെയല്ല, 10ാം ക്ലാസ് ലെവലിലുള്ള ചോദ്യങ്ങളാണ് ഈ മാത്സ് ആയാലും ഇംഗ്ലീഷ് ഇതൊക്കെ ഇമ്പ്രൂവ് ചെയ്ത് നമ്മളൊന്ന് സ്പീഡ് കൂട്ടി ഒന്ന് ഇമ്പ്രൂവ് ചെയ്തെടുക്കുക എന്നുള്ളത്. അല്ലാതെ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മൾ സയൻസ് എടുത്തിട്ടുണ്ടോ ഇല്ലേ, അല്ലെങ്കിൽ പല ആൾക്കാരും പറയും എഞ്ചിനീയറിംഗ് എടുത്താൽ ചിലപ്പോൾ എന്തെങ്കിലും. പക്ഷെ അത് കാരണമല്ല. ഇപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ PSCക്കാരും BCom-മാരും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ അതും ഒരു കാരണമല്ല. അതൊക്കെ നമ്മളൊരു ഇതൊന്നും മാറിപ്പോകാൻ വേണ്ടി ഓരോ കാരണങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇതിൽ നമ്മൾ നിൽക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണെങ്കിൽ അതിനൊരു കാരണമേ ഉള്ളൂ, ഈ ജോലി എടുക്കും. എന്ത് തോന്നുന്നു ഇപ്പൊ ജോലി കിട്ടിയതിനു ശേഷം പഴയ ഒരു ആസ്പിരന്റ് എന്നുള്ളതിൽ ഒരു അച്ചീവർ ആയിട്ട് മാറുമ്പോൾ എന്താണ് തോന്നുന്നത്? സന്തോഷം? ഭയങ്കര സന്തോഷമുണ്ട്. കാരണം നമ്മളിപ്പം ഒരു 1.5 വർഷം 2 വർഷമായിട്ട് ചെയ്യുന്ന ഒരു കാര്യത്തിന് റിസൾട്ട് കിട്ടുക എന്ന് പറയുമ്പോൾ നമ്മൾ പോകുന്ന ട്രാക്ക് കറക്റ്റ് ആണ്, അതിനുള്ളൊരു റിസൾട്ട്. ഇപ്പം വീട്ടുകാരുടെ മുന്നിലാണെങ്കിലും ഒക്കെ തന്നെ എൻ്റെ ഒരു ഡിസിഷനാണ് SSC എടുക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കോമ്പറ്റീവ് എക്സാമിലേക്ക് പോവാം. അപ്പം വീട്ടിൽ ഇപ്പം MSc ഒക്കെ കഴിഞ്ഞപ്പം B.Ed എടുത്താൽ പോരെ, അല്ലെങ്കിൽ നെറ്റ് എഴുതി നോക്കാനുള്ളൊരു ഇതുണ്ടല്ലോ, അപ്പം നെറ്റ് നോക്കിക്കൂടെ, ഇനി വേണമെങ്കിൽ PhD-യോ അങ്ങനെയൊക്കെ ആ സ്റ്റഡി കണ്ടിന്യൂ ചെയ്ത് പോയാൽ പോരെ എന്നുള്ളൊരു ഇതായിരുന്നു. പക്ഷെ ഞാൻ ആ ടൈമിൽ ഞാൻ പറഞ്ഞു, അല്ല, എനിക്ക് പെട്ടെന്നൊരു ജോലി ആവണം. അപ്പോൾ പെട്ടെന്നെന്ന് പറയുമ്പോൾ 2 വർഷം കൊണ്ടോ 3 വർഷം കൊണ്ടോ ഒരു ജോലി ആവണം എന്നുള്ള രീതിയിൽ. അപ്പം ഞാൻ ആ പറഞ്ഞ കാര്യം കറക്റ്റ് ആയി, അല്ലെങ്കിൽ അതെനിക്ക് അതെ അവരുടെ മുന്നിൽ തെളിയിക്കാൻ പറ്റി എന്നുള്ളൊരു ഇപ്പം എല്ലാവരോടും DV കഴിയാത്തോണ്ട് DV കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതിന്റെ ബാക്കിയുള്ള പ്രോസസ് ആണ്. എന്തായാലും നമ്മൾ ഈ ഒരു എക്സാമിന് എലിജിബിൾ ആണെന്നുള്ളത് നമുക്ക് തോന്നുന്നു, നമുക്കൊരു സന്തോഷം തരുന്നുണ്ട്. നമ്മളിത് ചെയ്യുന്നത് ഒരു കറക്റ്റ് വേ ആണ്, അല്ലെ ഒരു കറക്റ്റ് പാത്തിലാണ് പോകുന്നത് എന്നുള്ള ഒരു അടുത്ത പ്രാവശ്യം ഒന്നും കൂടി എഴുതുന്നുണ്ട്. അടുത്ത പ്രാവശ്യം ഒന്നുകൂടി ലെവൽ 4 ആണ്, അത് ഇംപ്രൂവ് ചെയ്യണം. ഇത് കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ഈ SSC ഒന്ന് അച്ചീവ് ചെയ്ത ലെവൽ 7 ജോലി എടുത്തതിന് ശേഷം പിന്നെ ഒന്നും കൂടെ ഒന്ന് UPSC പോലത്തെ അങ്ങനെ എന്തെങ്കിലും നോക്കണം എന്നൊരു ആഗ്രഹവും കാര്യങ്ങളും? അങ്ങനെ ഒരു പ്ലാൻ ഒന്നും ഇല്ല. എന്തായാലും SSC ഒരു നല്ലൊരു പോസ്റ്റ്, ഇൻസ്പെക്ടർ പോസ്റ്റിന് നോക്കുന്നുണ്ടല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും DV കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല, ഇനി അങ്ങോട്ട് ഒരു ജോലിയിലോട്ട് കയറാൻ പോവാണ്. ഔദ്യോഗിക ജീവിതത്തിന് കാരണം ഇനിയും ഒരു 60 വയസ്സ് വരെ നമ്മൾ ആ ജോലിയിലാണ് പോകുന്നത്. നമ്മൾ ഇത്രയും കാലം ജീവിച്ച പോലെയല്ല. അപ്പൊ അവിടെ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യാൻ പറ്റട്ടെ. അതുപോലെ തന്നെ അടുത്ത CGL-ൽ വളരെ നല്ലൊരു റാങ്കോട് കൂടി ഒരു നല്ലൊരു ഏറ്റവും നമ്മൾ ആഗ്രഹിച്ച ഒരു പോസ്റ്റ് തന്നെ എത്താൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു.